യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. കൃപാസന മാതാവ് തിരുക്കുമാരനിലൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ വന്നു നിൽക്കുന്നത്. എൻ്റെ ഈ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ചതിന് തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിനോട് പറയാനാണ്. എനിക്ക് 13 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് ഷാലു എന്നാണ്. വീട് എറണാകുളം ജില്ലയിലെ വൈപ്പിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് സംഗീത് ജോബ്. കുഞ്ഞിൻ്റെ വാവയുടെ പേര് മിഖേല മരിയ. ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. എനിക്ക് 13 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ക്യാൻസർ. 4ാമത്തെ സ്റ്റേജിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. ആ സാക്ഷ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 5 വർഷം ട്രീറ്റ്മെൻറ്റ് ഇരിക്കാതെ തന്നെയാണ് എനിക്ക് അസുഖം സ്ഥിരീകരിച്ചത്. പിന്നീട് അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് പല ഹോസ്പിറ്റലിലും ഇതിനെ ചൊല്ലി പോയിരുന്നെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്കും ഹസ്ബൻഡിനും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 35 വയസ്സ് കഴിഞ്ഞതോടെ പീരീഡ്സൊക്കെ ഇറഗുലറായി. അതുകൂടാതെ ഹസ്ബൻഡിനാണെങ്കിലും പോരായ്മകൾ വളരെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ചീട്ട് അച്ഛനെ കാണാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ചീട്ട് കിട്ടിയത് കുട്ടികളില്ലാത്തവരെ കാണുന്നതിന് വേണ്ടിയുള്ള ചീട്ടായിരുന്നു. അപ്പോൾ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്യുകയും 2 കാശ് രൂപം തരികയും പിന്നെ തൈലം പൂശാൻ വേണ്ടി തരികയും ചെയ്തു. ഞാനതനുസരിച്ച് പൂശി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ തന്നെ ഞാൻ നോർമലായിട്ട് വിശേഷമായി. അത് 3 മാസം വരെ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ട് തന്നെ പീരീഡ്സ് താളം തെറ്റി നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 മാസം കഴിഞ്ഞ് വേറൊരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് വിശേഷമുണ്ട്, 3.5 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എനിക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബലഹീനതകളുടെ അങ്ങേ അറ്റത്ത് നിൽക്കണ മകളാണ് ഞാൻ. മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ 7ാം മാസം ആയപ്പോഴേക്കും ചെറുതായിട്ട് എനിക്ക് പനി വന്ന് വിറയൽ വന്ന് ബ്ലീഡിങ് ആവുകയും കുഞ്ഞുവാവനെ പുറത്തെടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു. ഒരാളെ കിട്ടിയില്ല, മറ്റേയാളാൽ വെൻറ്റിലേറ്ററിലോട്ട് പോവുകയും ചെയ്തു. 9ാം ദിവസം ഡോക്ടർ പറഞ്ഞു കുട്ടികളെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല, വെൻറ്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയേ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ആകെ തകർന്നു പോയ അവസ്ഥയായിരുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടി ലോക്കറ്റ് കുഞ്ഞു അവിടെ ബെഡിൽ കിടത്തിയ വെൻറ്റിലേറ്റർ ബെഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അതുകൂടാതെ ഉപ്പ് മിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് വൈകിട്ട് കുഞ്ഞുവാവ നോർമലി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. വെൻറ്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ ഓരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇൻറ്റസ്റ്റൈൻ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു, വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു, അതോടൊപ്പം തലക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ്, അതുകൂടാതെ ലങ്സ് ഡെവലപ്പ് ആകാനുണ്ടായിരുന്നു പറഞ്ഞ്. ഇതൊക്കെ ആദ്യം പ്രശ്നം ഉണ്ടായെന്ന് പറയും, പിന്നെ പറയും കുഴപ്പമില്ല, എല്ലാം നോർമലായി. അങ്ങനത്തെ രീതിയിലോട്ട് മാതാവ് കരം പിടിച്ചെന്നുള്ള രീതിയിൽ കുഞ്ഞുവാനെ ഉയർത്തിക്കൊണ്ട് വന്നു. അതുകൂടാതെ 9ാമത്തെ ദിവസം വെൻറ്റിലേറ്റർ സപ്പോർട്ടിലാണെന്ന് പറഞ്ഞതിന്, വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിൻ്റെ അന്നത്തെ ദിവസം ഉച്ച സമയത്ത് മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. മാതാവ് ഞാൻ കിടക്കുന്ന സമയത്ത് ഉറക്കമൊക്കെ ആകെ നഷ്ടപ്പെട്ട് ആകെ ടെൻഷനിലാണ്. ആ സമയത്ത് മാതാവ് ഒരു സമുദ്രത്തിൽ നിന്ന് ആകെ ചെളിയിൽ കുളിച്ച് പൊങ്ങി വരുന്ന അവസ്ഥയിലോട്ട് മാതാവ് പൊങ്ങി വന്ന്. പിന്നീട് അങ്ങനെ അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. ഡോക്ടേഴ്സ് ഒന്ന് പറയും, പിറ്റേ ദിവസം പറയും ഒരു കുഴപ്പമില്ല, നോർമലായി. പിന്നെയും പറയും ഡോക്ടേഴ്സ് ഓരോ കോംപ്ലിക്കേഷൻ, പിറ്റേ ദിവസം പറയും അതൊക്കെ നോർമലായി. അങ്ങനെ 2 മാസത്തിന് ശേഷം 1 കിലോ 650 ഗ്രാമുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞുവാവനെ കയ്യിലേക്ക് തന്നു. പിന്നീട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കുഞ്ഞുവാവനെ മാതാവ് സംരക്ഷിച്ചുകൊണ്ട് നടന്നു വെച്ച് ഇപ്പോൾ കുഞ്ഞുവാവക്ക് 11 മാസമായി. അമ്മ തിരുക്കുമാരിലൂടെ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കൃപാസന മാതാവിലൂടെ അത് ഒരാളോട് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നും പോലും ഉണ്ടായിരുന്നില്ല. അമ്മ മാതാവിലൂടെ മാത്രം ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് പോലീസിലായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ട് കുറേ ബലഹീനതകളുള്ള കാരണം എനിക്ക് ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ കുറേ നേരം അടുത്ത് നിൽക്കാൻ തന്നെ എനിക്ക് പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹസ്ബൻഡിന് ഇപ്പോൾ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഒരു ട്രാൻസ്ഫർ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലീസിലാണ് ഇലക്ഷൻ ട്രാൻസ്ഫർ വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ
ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടണം. മാതാവ് അത് എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ കഴിഞ്ഞൊരു 30 ആഴ്ച ഇതുപോലെ അതിന് ഓർഡർ വന്ന് ഹൈക്കോടതി ലൈസൻസ് ഓഫീസറായിട്ട് ഹസ്ബൻഡിനെ പോസ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചു. അമ്മ മാതാവിന് ഒരു കോടി നന്ദി. അമ്മ മാതാവിലൂടെ എൻ്റെ കുടുംബത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഒരു കോടി നന്ദി പറയുന്നു. ഈ ഇതുവഴി ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് വഴിയായിട്ട് എനിക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ വൻ കരുത്തുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസത്തിലൂടെ കയറി വരാനായിട്ട് മാതാവിലൂടെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. എനിക്ക് RCC പോണ സമയത്ത്, ചെക്കപ്പിന് പോണ സമയത്ത് അവിടെ കൊണ്ടുപോയി കൃപാസന പത്രം വാങ്ങിച്ചു കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ, അല്ലെന്നുണ്ടെങ്കിൽ വീടുകളിലാണെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ മാസം എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ ഉടമ്പടി പത്രം കൊണ്ടുപോയി കൊണ്ടുവന്നത്. പിന്നെ അലക്ഷ്യമായിട്ട് ഉടമ്പടി പത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ആവശ്യമുള്ളവർക്ക് കൊണ്ടേ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് കുഞ്ഞുവാവൻ ജനിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പണ്ട് ഞായറാഴ്ച മാത്രം പോയിക്കൊണ്ടിരുന്നു വെച്ചാൽ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ലെങ്കിലും അന്ന് കുഞ്ഞുവാവൻ ജനിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുകൂടാതെ ബൈബിള് എല്ലാ ദിവസവും 3 അധ്യായം 4 അധ്യായം വെച്ച് എല്ലാ ദിവസവും വായിക്കുകയും മുടങ്ങാതെ വായിക്കുകയും ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ പണ്ട് ഇരുന്ന് കരയായിരുന്നു. ഇപ്പോൾ ഒരു മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ദിവ്യാരണം അല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം. ദിവ്യാരണം ഈശോയിലൂടെ കൃപാസന മാതാവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസത്തോട് കടന്നു വരാനായിട്ട് ഇതുവഴി സാധിച്ചു. ഇനി കുറച്ച് ഹസ്ബൻഡിന് സാക്ഷ്യം പറയാനുണ്ട്, അതൊന്നും പറയുന്നതിന് വേണ്ടി കൈമാറുന്നു. എൻ്റെ പേര് സംഗീത് ജോബ്. ഞാൻ എറണാകുളം നിന്നാണ് വരുന്നത്. എൻ്റെ വൈഫ് പറഞ്ഞായിരുന്നു, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്, നിനക്കെൻ്റെ കൃപ മതി എന്നുള്ള ദൈവവചനം അതെൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും അർത്ഥവത്താണ്. കാരണം എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു, ബലഹീനതയുടെ കൂമ്പാരമാണ് എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കിൽ അതിന് ഈശോയ്ക്ക് സാധ്യമാണ്. അതാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. കാരണം ഇത്രയേറെ പോരായ്മകളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ ദൈവം നൽകി. ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. 2014 ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട്, അന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമല്ല, ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു. അന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് അഡോപ്ഷനല്ല, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരും, പക്ഷേ താമസമെടുക്കും, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. 2014 മുതൽ ഇന്ന് 2026 കൃപാസനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ചേർന്ന് നിൽപ്പുണ്ട്, അച്ഛനുമായിട്ട് ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയി, അതൊരു സത്യമാണ്. പക്ഷേ ഇത്രയേറെ തീച്ചൂളയിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞങ്ങളുടെ നടുവിലിരിക്കുന്ന ഈ കുഞ്ഞ്. അപ്പം അസാധ്യമായ ആ സാഹചര്യത്തിൽ ദൈവം സാധ്യമാക്കി നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാനും വൈഫും വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ നടുക്കത്ത് കട്ടിലിൽ ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ വിശ്വസിച്ചാലേ നമ്മൾ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകി സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഇവള് ജനിക്കുന്നതിന് 1 വർഷക്കാലം മുന്നേ, അതായത് പ്രഗ്നൻസി ആണെന്ന് അറിയുന്നതിന് മുന്നേ ഞാനും വൈഫും എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു ഫലമാണ്. ഞാനൊരു നീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും നമ്മുടെ അടുത്ത് വരുന്ന അവർക്ക് പരമാവധി സഹായങ്ങൾ ചെയ്യാനും ഞാൻ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ആകെയുള്ളൊരു മുതൽക്കൂട്ട്. എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നിലവിൽ ചെയ്തു പോകുന്നു. നന്ദി. യേശുവിനും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുക ഈശോയുമായുള്ള ഒരു ആത്മബന്ധമാണ്. എൻ്റെ വാക്കുകൾ നിലനിൽക്കുക എന്ന് പറയുന്ന വചനത്തെ കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുകയും കൂടിയാണ്. ഈ മകളും മകനും പറഞ്ഞ ഈ സാക്ഷ്യത്തിൽ ഷാലുവും സംഗീതവും അവരുടെ ജീവിത സാക്ഷ്യത്തിൽ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്.
നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നാണ് ഇവർ ചോദിച്ചത്. 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഉടമ്പടിയിൽ പലപ്പോഴും നമ്മളോട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ പെടാത്ത, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ ഉടമ്പടിയിൽ വയ്ക്കുക എന്നാണ്. ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി അനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി ഒരു പുതിയ ജീവിത പദ്ധതിയാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് ഉടമ്പടിയിൽ ഓരോ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം പറയുന്നത്. ആ വചനത്തിനനുസരിച്ചാണ് ഈ മക്കളും പ്രാർത്ഥിച്ചത്. ആദ്യത്തെ സാക്ഷ്യം ക്യാൻസർ 4-ാം സ്റ്റേജിലുണ്ടായിരുന്ന ഈ സഹോദരിയാണ്. ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ 1-ാമത്തെ സാക്ഷ്യത്തിൽ ക്യാൻസറിൽ നിന്ന്, അസുഖത്തിൽ നിന്ന് സൗഖ്യം നൽകിയ ഒരു സാക്ഷ്യമായിരുന്നു. പിന്നീട് ഒരു കുഞ്ഞിനെ പറ്റി ഓർക്കാൻ പോലും എന്തായാലും അത് അസാധ്യമാണെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളും പറയുന്നത്, ഇവരും പറയുന്നത്. കാരണം അത് അസാധ്യമെന്ന് പറഞ്ഞാൽ ഒരു 4th സ്റ്റേജിലുള്ള ഒരു പേഷ്യൻ്റായിരുന്നു, ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. മാതാവും ഈശോയും കൂടിയാണ് സൗഖ്യം നൽകിയത്. പിന്നീട് ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നതും പിന്നീട് ഇവർ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. കാരണം എൻ്റെ വാക്ക് നിങ്ങൾ നിലനിർത്തുക ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നാണ്. 2014-ലാണ് സജീവ് പറഞ്ഞത് പ്രകാരം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഇവർ വന്ന് കാണുകയും സജീവ് ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ടാണ് ജോലി ചെയ്യണത്. തൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി എന്നാണ് സഞ്ജീവ് പറഞ്ഞത് നമ്മളോട്. ജോസഫിനെ അച്ഛനെ വന്ന് കണ്ടപ്പോൾ 2014 അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ താമസിക്കും, പക്ഷെങ്കിൽ ചേർന്ന് നിൽക്കുക, എന്നോട് ചേർന്ന് നിൽക്കുക. ഈ സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഇവർ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവിടെ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണിത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാണ് ഇവർ ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഇവർ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് നിൽക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മളെ യേശുവിൽ ചേർത്ത് നിർത്താൻ പഠിപ്പിക്കുന്നത്. കൃപാസനം അമ്മയുടെ ഇടപെടൽ വഴിയാണ് നാം ഈശോയെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും അനുഭവിക്കാനും സാധിക്കുന്നത്. ഈശോയിൽ നിലനിന്നുകൊണ്ട് വചനത്തിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ചോദിച്ചപ്പോഴാണ് ഈ മക്കൾക്ക് ഇവർക്കൊരു കുഞ്ഞിനെ നൽകിയത്. ഈശോയിൽ നിലനിൽക്കുന്ന ജീവിതമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. വചനം ഉള്ളിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വാഗ്ദാന പേടകമായി മാറ്റുന്നെങ്കിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം, നമ്മൾക്ക് അത് ലഭിക്കുമെന്ന് തീർച്ചയാണ്. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ശാലു സംഗീതം നമ്മളോട് സാക്ഷ്യപ്പെടുത്തത്. നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളുണ്ടായാലും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഇഷ്ടമുള്ളത് എന്തു വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്നാണ്. ഈ മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചത് 13 വർഷം കഴിഞ്ഞാണ്. 13 വർഷത്തിന് ശേഷമാണ് ഈ കുഞ്ഞുമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്ന സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. പിന്നീട് ഒരു കോംപ്ലിക്കേറ്റഡ് ടൈമായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും. അവിടെയും അമ്മയുടെ ഇടപെടൽ സാന്നിധ്യം മനസ്സിലാക്കിയത് സമുദ്രത്തിൽ ചെളിയിൽ പൊങ്ങി വരുന്ന അമ്മയാണ്. മക്കൾക്ക് ഇനിയൊന്നും ഇല്ല എന്നുള്ള ഒരു വെന്റിലേറ്ററിൽ കിടന്ന സാഹചര്യം വന്നപ്പോഴും അമ്മ ഈ മകൾക്ക് സാഹചര്യം സാന്നിധ്യവും സാമീപ്യവുമാണ് മനസ്സിലാക്കി കൊടുത്തത്. സമുദ്രത്തിൽ ചെളിയിൽ പൊങ്ങുന്ന അമ്മയെ കണ്ടപ്പോൾ ഓക്കെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് ഈ മകൾക്ക് കൊടുത്തത്. കൃപാസനം മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മാത്രം ഒരു സാക്ഷിയായിട്ടാണ് നിൽക്കുന്നതെന്നാണ് ഈ മോളെ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും എത്രയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ട് അത് പാലിക്കാനും അമ്മയെപ്പോലെ ദൈവവചനം ഉൾക്കൊണ്ട് വാഗ്ദാന പേടകമായി മാറാനും നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ശാലു സംഗീതനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.